ഹായ് എവരി വൺ. ഇന്ന് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെയുള്ള കുറച്ച് വാട്ടർ പ്ലാന്റിൻ്റെ കെയറിങ് ആണ് കേട്ടോ. 1000 ഇതളുകളോട് കൂടി സുന്ദരിയായി നിൽക്കുന്ന സഹസ്രദളം താമര ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് വെറൈറ്റീസുള്ള ആമ്പലുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സഹസ്രദളം താമര നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുന്ന പൂവാണെന്ന് പറയാം. ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൽ പൂവിടുക. ഇതുവരെ പൂവൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പോട്ടൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ നോക്കുകയാണ്. നമ്മളിതിൽ റൗണ്ടിലാണല്ലോ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ കുറേ ഭാഗം കേട് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പുതിയ പോട്ടിലോട്ട് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ വേറെ പോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബറിലത്തെ മണ്ണും ചെളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചീത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി ആമ്പലാണ്. ആ ആമ്പലിൽ തോനെ വിത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ പൂവൊന്നും പെടുന്നില്ല. ഏകദേശം വലിയ പ്ലാന്റ് 2 ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ വിത്തായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വീണ്ടും വേറെ പോട്ടിലോട്ട് വെച്ച് കൊടുക്കണം. നമ്മുടെ പോട്ട് മാറ്റുമ്പോൾ ഞാൻ അടിവളമായിട്ട് കൊടുക്കുന്നത് ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കും. അതിന് ശേഷം പോട്ടിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ പറമ്പിലത്തെ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആ കൂട്ടത്തിൽ നമ്മുടെ NPK 19 2 ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വെതറിയിട്ട് പൂവ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ എനിക്കിതിൽ പൂവൊന്നും ഇടാതിരിക്കാറില്ല. നമ്മൾ സഹസ്രദളം മാത്രമാണ് പൂവിടാത്തതുള്ളൂ. ബാക്കി എല്ലാ ആമ്പലുകളും പൂവിടുന്നുണ്ട്. കാരണം നല്ല ചൂടാണ് കേട്ടോ നമ്മുടെ ടെറസിൻ്റെ മേലെ. അതിന് ശേഷം നമ്മളിതിൽ വെള്ളമാക്കി കൊടുക്കുകയാണ്. വെള്ളമാക്കുമ്പോൾ ഈ ചളിയൊന്നും കുത്തിമറിയാത്ത രീതിയിലാണ് വെള്ളമാക്കി കൊടുക്കേണ്ടത്. ഒരു കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പോട്ടിൻ്റെ സൈഡിലോട്ട് പിടിച്ചിട്ട് വെള്ളമാക്കി കൊടുക്കുക. എന്നിട്ട് അതിലുള്ള ലീഫൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച ആയിട്ടുണ്ട് ഈ വർക്ക് ചെയ്തിട്ട്. ഇതിലൊക്കെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സഹസ്രദളം നല്ല ഇലകൾ സ്റ്റാൻഡ് ലീഫൊക്കെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യണേ. കണ്ട നമ്മുടെ ആമ്പൽ പൂവിട്ട് നിൽക്കുന്നതാണ്. ഒന്ന് വൈറ്റ് പിന്നെ ഒരു പർപ്പിൾ കളറുമാണ് ഇപ്പോൾ പൂവിട്ടിട്ടുള്ളത് കേട്ടോ. എൻ്റെ കയ്യിലുള്ള വെറൈറ്റിയുടെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.